സ്വാതന്ത്ര്യദിനത്തിൽ ഭാരതത്തെ തള്ളി ബംഗ്ലാദേശ്. 1971 നടന്നത് ബംഗ്ലാദേശിന്റെ വിമോചന പോരാട്ടമെന്ന് മുഹമ്മദ് യൂനിസിന്റെ ഉപദേശകർ. വിമോചന പോരാട്ടത്തിൽ ഭാരതം സഖ്യകക്ഷി മാത്രമെന്ന് ഇടക്കാല സർക്കാർ. ഭാരതത്തിന്റെ വിജയ് ദിവസ് ആഘോഷത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി പ്രസ്താവനകൾ. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. രോഹിണി, കഴിഞ്ഞ ദിവസം ഡിസംബർ 16 വിജയ ദിവസമായാണ് ഭാരതം ആഘോഷിച്ചത്. 1971 ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിനായി നടന്ന യുദ്ധം, അത് ഭാരതത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന കൊടിയ യുദ്ധത്തിനൊടുവിലാണ് ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം പാകിസ്ഥാനിൽ നിന്നും മോചനം നേടി പിറന്നു വീണത്. എന്നാൽ ഭാരതത്തിന് ഈ വിജയ ദിവസ് ആഘോഷിക്കാൻ ഒരു തരത്തിലും അർഹതയില്ല എന്ന പ്രതികരണവുമായാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇടക്കാല സർക്കാരിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള മുഹമ്മദ് യൂനിസിൻ്റെ മുഖ്യ ഉപദേശകരിൽ ഒരാളായിട്ടുള്ള നിയമ ഉപദേശകനായിട്ടുള്ള ആസിഫ് നസ്രുള്ളാണ്. ഡോക്ടർ ആസിഫ് നസ്രുൾ. ഇയാൾ കേവലം ഉപദേശകൻ എന്ന റോൾ മാത്രമല്ല ഇയാൾക്കുള്ളത്, മറിച്ച് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിൻ്റെ ഭരണ നിയന്ത്രണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ ആസിഫ് നസ്രുൾ. ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിൽ ഭാരതത്തിനെ പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭാരത വിരുദ്ധമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 1971 നടന്നത് ബംഗ്ലാദേശിൻ്റെ വിമോചന പോരാട്ടമാണ്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് വിമോചനം നേടുന്നതിന് വേണ്ടി വലിയ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൽ കേവലം ഒരു സഖ്യകക്ഷി മാത്രമായിരുന്നു ഭാരതം എന്നാണ് ഇയാൾ എഴുതി ചേർത്തിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ നന്ദികേട് എന്ന വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. നമുക്കറിയാം 1971 ആ യുദ്ധത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ഭാരതം ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിയിട്ടുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു. കാരണം ഈ ബംഗ്ലാദേശിനോട് അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിനോട് വലിയ തോതിലുള്ള അവഗണന ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഇസ്ലാമാബാദിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. അത് ബംഗാളി ഭാഷ സംസാരിക്കുന്ന പാകിസ്ഥാൻ മേഖലയോടെയാണ്. അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുള്ള അന്ന് പാകിസ്ഥാൻ എന്നത് പാകിസ്ഥാൻ്റെ തന്നെ ഭാഗമായിരുന്ന പ്രദേശം, ആ ഭൂപ്രദേശത്തോട് വലിയ അവഗണന ഇസ്ലാമാബാദ് വെച്ച് പുലർത്തി. ബംഗാളി ഭാഷ സംസാരിക്കുന്നവരാണവർ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലുള്ള മാറ്റി നിർത്തൽ ഉണ്ടായിരുന്നത്. ഭരണപരമായ സംവിധാനങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നത് ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ചുള്ള ഉറുദു ഭാഷ സംസാരിക്കുന്നവരുടെ പാകിസ്ഥാനാണ്. അതിനാൽ അത്തരത്തിലുള്ള കൊടിയ അവഗണനയിൽ നിന്ന് മോചനം എന്ന പ്രഖ്യാപനത്തോടെയാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ അവിടെ പോരാട്ടം നടന്നത്. പക്ഷേ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള ആ സംഘത്തിന് പാകിസ്ഥാൻ്റെ സൈന്യത്തോട് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അന്ന് അവാമി ലീഗിൻ്റെ നേതൃത്വം ഭാരതത്തോട് സൈനികമായ നടപടി ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൻ്റെ സൈന്യം നേരിട്ട് ധാക്കയിലെത്തി പിന്നീട് പാകിസ്ഥാൻ പട്ടാളവുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. അതാണ് 1971 യുദ്ധത്തിൻ്റെ ചരിത്രം എന്നത്. അങ്ങനെ ഭാരതം ഇടപെട്ടുകൊണ്ട് നേടിയെടുത്ത വിജയം. ഏതാണ്ട് ഒരാഴ്ചയും 6 ദിവസവും നീണ്ടുനിന്ന യുദ്ധം. 1971 ഡിസംബർ 3 മുതൽ ഡിസംബർ 16 വരെയാണ് ആ യുദ്ധം നീണ്ടുനിന്നത്. ആ യുദ്ധത്തിൽ ഭാരതത്തിന് 2500-നും 3800-നും ഇടയിൽ സൈനികരെ നഷ്ടപ്പെട്ടുവെന്നാണ് കണക്ക്. അതിൻ്റെ കൃത്യമായ കണക്കുകൾ സൈന്യത്തിൻ്റെ പക്കലില്ല. പക്ഷേ 2500-നും 3800-നും ഇടയിൽ സൈനികർ സ്വന്തം ജീവിതം ത്യാഗം ചെയ്തുകൊണ്ട് നേടിയ വിജയമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പറയുന്നത് അത്തരം ഒരു വിജയ ദിവസ് ആഘോഷിക്കുവാനുള്ള അവകാശം ഭാരതത്തിന് ഇല്ല എന്നുള്ളതാണ്. അത് ബംഗ്ലാദേശികൾ നടത്തിയ വിമോചന പോരാട്ടമാണ്. അതിൽ കേവലം ഒരു സഖ്യകക്ഷിയായിരുന്ന ഇന്ത്യക്ക് എങ്ങനെയാണ് ഇത്തരം ആഘോഷങ്ങൾ നടത്തുവാൻ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ഈ മുഹമ്മദ് യൂനിസ് സർക്കാരിലെ പ്രധാനപ്പെട്ട വക്താക്കളുമൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ചോദിക്കുന്നത്. ഏതായാലും വലിയ നന്ദികേട് ബംഗ്ലാദേശ് എന്ന രാജ്യം തുടർച്ചയായി കാണിക്കുകയാണ്. അതിൻ്റെ പല ഉദാഹരണങ്ങൾ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഈ ആസിഫ് നസ്രുൾ എന്ന ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരച്ച് കാണിക്കുന്നത്. ഗൗതം പറഞ്ഞ വാക്ക് തന്നെ കടമെടുക്കുകയാണ്. എത്രത്തോളം നന്ദികേടാണ് ബംഗ്ലാദേശ് കാട്ടിയത് എന്നുള്ളത് തന്നെയാണ്. 1971 നടന്നത് ബംഗ്ലാദേശിന്റെ വിമോചന പോരാട്ടം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എത്ര ധീര ഭാരത സൈനികരെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് അവർ ഓർക്കുന്നില്ല. ഭാരതം വഹിച്ച പങ്ക് അവർ തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല, ഇത് ഭാരതം അവരുടെ യുദ്ധവും നേട്ടവുമായി അവകാശപ്പെടുന്നത് എന്തിന് എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുകയാണ്.
അതാണ് രോഹിണി. അതായത് ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപപ്പെടുത്തിയെടുത്തത് ഭാരതമാണ്. ഭാരതത്തിൻ്റെ ഏതാണ്ട് 3800-നടുത്തുള്ള സൈനികരുടെ ജീവത്യാഗത്തിൻ്റെ ഫലമാണ് ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം. അക്കാര്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ചരിത്രത്തെ എല്ലാം ബോധപൂർവമായി മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രകോപനം തുടർച്ചയായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയുവാൻ. അതായത് 971 യുദ്ധത്തിന് മുൻപുള്ള സാഹചര്യം നമുക്കറിയാം. ബംഗാളി ഭാഷ സംസാരിക്കുന്ന പാകിസ്ഥാനോട് വലിയ അവഗണന ഇസ്ലാമാബാദിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിനെതിരെയാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടം ആരംഭിക്കുന്നത്. മാത്രമല്ല 70കളിൽ നടന്ന പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗാണ് പാകിസ്ഥാനിൽ വലിയ വിജയം നേടിയത്. എന്നാൽ അവാമി ലീഗ് നേടിയ ഈ വിജയത്തെ അംഗീകരിക്കുവാൻ ഇസ്ലാമാബാദ് തയ്യാറായിരുന്നില്ല. അധികാര കൈമാറ്റം, അതായത് അവാമി ലീഗ് നേതൃത്വത്തിന് പാകിസ്ഥാൻ ഭരണത്തിൻ്റെ അധികാര കൈമാറ്റത്തിന് ഇസ്ലാമാബാദ് തയ്യാറാകാതെ വരികയും അതിനെ തുടർന്നാണ് പിന്നീട് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ വിമോചന സമരം ആരംഭിക്കുന്നത്. പക്ഷേ ആ വിമോചന സമരം നമുക്കറിയാം, പാകിസ്ഥാന് ഒരു സൈനിക സംവിധാനമുണ്ട്. ആ സൈനിക സംവിധാനത്തെ ധാക്കയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് വലിയ നരഹത്യ ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ പാകിസ്ഥാൻ പട്ടാളം നടത്തി. ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളാണ്, അല്ലെങ്കിൽ അന്നത്തെ പാകിസ്ഥാൻ്റെ തന്നെ ഭാഗമായിരുന്ന ഒരു ഭൂപ്രദേശത്ത് പാകിസ്ഥാൻ പട്ടാളം സ്വന്തം ജനങ്ങളെ വലിയ തോതിലുള്ള കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഭാരതത്തിനാകുമായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് 971 ഈ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ പട്ടാളം നടത്തിയ നരഹത്യയെ ചോദ്യം ചെയ്തുകൊണ്ട് ഭാരതം നിർണായകമായ ഇടപെടൽ നടത്തിയത്. പിന്നീട് അത് വലിയ യുദ്ധമായി മാറുകയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായി അത് പരിണമിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാഴ്ചയും 6 ദിവസവും നീണ്ടുനിന്ന ആ ഘോര യുദ്ധത്തിനൊടുവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3800-ലധികം ഭാരത സൈനികരുടെ ജീവത്യാഗത്തിൻ്റെ ഭാഗമായി നമ്മൾ ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാജ്യത്തെ രൂപപ്പെടുത്തിയെടുത്തു. പിന്നീട് ഇപ്പോഴും നമുക്കറിയാം അവിടുത്തെ വൈദ്യുതി ഉൾപ്പെടെയുള്ള നിരവധി സഹായങ്ങൾ, അവിടെ മറ്റ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നൽകുന്നതിലും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും വൈദ്യുതി നൽകുന്നതിലുമൊക്കെ ഭാരതം വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴും ആ രാജ്യം മുന്നോട്ട് പോകുന്നത്. അതിനെയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധമായ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്നുവെന്ന് മാത്രമല്ല, 971 ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിനായി ഭാരതം നടത്തിയ പോരാട്ടത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഇടക്കാല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുവെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. രോഹിൻ. ശരി ഗൗതം, നന്ദികേട് കാട്ടി ബംഗ്ലാദേശ്. 1971 നടന്നത് ബംഗ്ലാദേശിന്റെ വിമോചന പോരാട്ടമെന്ന മുഹമ്മദ് യൂനുസിന്റെ ഉപദേശകൻ. വിമോചന പോരാട്ടത്തിൽ ഭാരതം സഖ്യകക്ഷി മാത്രമെന്ന് ഇടക്കാല സർക്കാർ. ഭാരതത്തിന്റെ വിജയ് ദിവസ് ആഘോഷത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി പ്രസ്താവനകൾ. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.